നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 ടീസ്പൂൺ മ്യൂസ്ലി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്, ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പാലൊഴിച്ച് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂൺ പീനട്ട് ബട്ടറും പിന്നെ ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് കൊടുത്തു. നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ഇടുന്നത് കേട്ടോ. അതിനകത്തേക്ക് ശരിക്കും റോബസ്റ്റ് പഴമാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഞാലിപ്പൂവിന് ഇട്ടു, 3 ഇട്ടു കേട്ടോ. റോബസ്റ്റ് ആണെങ്കിൽ 1 ഇട്ടാൽ മതിയാവും. കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനത് കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ യമ്മി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. മ്യൂസ്ലി ഇല്ലാത്തവർക്ക് ഓട്സ് യൂസ് ചെയ്യാം. നമ്മളിതിൻ്റെ ഒപ്പം ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കിയിട്ടാണ് ഡിന്നർ കഴിച്ചത്.